ആരോടും മിണ്ടാത്ത പ്രകൃതം കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് അടച്ചിട്ട മുറിയിൽ. റീൽസുകളിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ ചതിക്കുഴിയൊരുക്കും. ആകെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു കഠിനംകുളം ആതിര കൊലക്കേസിലെ പ്രതി ജോൺസന്റെ ജീവിതം. മോഷണക്കേസിലടക്കം പിടിയിലായ ശേഷമാണ് ഇയാൾ ഹോം നേഴ്സായി 1 മാസം മുൻപ് കോട്ടയത്തെ വീട്ടിലെത്തിയത്. ഇടയ്ക്കിടെ സ്വന്തം വീട്ടിലേക്കെന്ന് പറഞ്ഞ് ജോൺസൺ പോയിരുന്നത് ആതിരയെ കാണാനാണ്. ഒടുവിൽ ജോൺസൺ കൊലക്കേസിൽ പ്രതിയാണെന്നറിഞ്ഞതോടെ കോട്ടയം കുറിച്ചിയിലെ നാട്ടുകാരും നടുക്കത്തിലാണ്. ഇയാൾ ഹോം നേഴ്സായി കഴിഞ്ഞിരുന്ന വീട്ടുകാരുടെ തന്ത്രപരമായ ഇടപെടലിലൂടെയാണ് പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. കഠിനംകുളത്ത് ആതിരയെ കൊലപ്പെടുത്തിയ പ്രതി ജോൺസൺ പിടിയിലായത് നാടകീയമായാണ്. അതിന് കുറിച്ചിയുമായി വളരെ ബന്ധമുണ്ട്. ഈ വീട്ടിലാണ് നേരത്തെ ജോൺസൺ ഹോം നേഴ്സായി കഴിഞ്ഞിരുന്നത്. ഈ കൊലപാതക ശേഷം ഇവിടെ എത്തിയപ്പോഴാണ് ഈ വീട്ടുകാരുടെ തന്ത്രപരമായ ഇടപെടലാണ് ജോൺസനെ കുടുക്കിയത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വീട്ടുടമ ഇദ്ദേഹമുണ്ട്, രാധാകൃഷ്ണൻ. അദ്ദേഹത്തിനെ പരിചരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ജോൺസൺ ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന്. എന്തായിരുന്നു ഇന്നലെ ഉണ്ടായത്? ഇന്നലെ ഒരു 3 മണിയായപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് വന്നപ്പം പറഞ്ഞ് വിശക്കുന്നത് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കപ്പ ബിരിയാണി ഉണ്ട്, കഴിച്ചോളാൻ പറഞ്ഞു. അതെടുത്ത് കഴിച്ച് വെള്ളമെല്ലാം കുടിച്ചു. അപ്പം ഞാൻ മോളെ വിളിച്ചിട്ട് പറഞ്ഞ്, അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ മോളെ വിളിച്ച്, മോളെ ഇന്ന പോലെ എന്നെ പരിചരിച്ച് ആള് ഇവിടെ വന്നിട്ട് ജോൺസൺ പറഞ്ഞ ആളാ എന്ന് പറയും. അപ്പം മോളും അപ്പം രാവിലെ ഞങ്ങൾ ടി വിക്കകത്തെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ പടം കണ്ടായിരുന്നു, മൊബൈലിനകത്തെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ പുള്ളി 1 മണിയായപ്പോൾ 3 മണിയായപ്പോൾ കയറി വരുന്നത്. 3 മണിയായപ്പോൾ കയറിയപ്പോൾ ഞാൻ മോളെ പതിയെ വിളിച്ച്, മോളെ ഫോണിൽ വിളിച്ചിട്ട് മോളെ എന്നെ നോക്കാൻ വന്ന ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഉടനെ മോളെ വിളിച്ച് നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ വീട് തൊട്ടടുത്താണ് പുള്ളിയെ വിളിച്ച് പറഞ്ഞ പുള്ളിയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞൊരു 3:30 ആയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് പതിയെ പുള്ളി ചെന്ന് പോയി. പുള്ളി പുറത്തിട്ടിറങ്ങി പോയി. അപ്പം പോയ വഴി മോളെ കണ്ട് അന്നേരം മോളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച്, അപ്പം പഞ്ചായത്ത് മെമ്പറാണ് പോലീസിനെ വിളിച്ചു വരുത്തി അവിടെ പിടിക്കുന്നത്. ഈ വഴി വെച്ചാണോ അങ്ങോട്ട് പോകുന്ന വഴിക്കാണോ പിടിച്ചത്? പോകുന്ന വഴിക്ക് നമ്മൾ ആ വഴി അങ്ങോട്ട് കയറത്തില്ലേ, അതിൻ്റെ ഇപ്പുറത്ത് വെച്ചാണ് പിടിക്കുന്നത്. ഇന്നലെ ഇറങ്ങി വന്നപ്പോൾ പോകാൻ നേരത്തെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. 1000 രൂപ തരാമെന്ന് ചോദിച്ചു. അപ്പം മുന്നില്ല, എൻ്റെ പൈസയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് 200 രൂപ ഉണ്ട്, അത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തത് 200 രൂപ കൊടുത്തു. 200 രൂപ കൊടുത്തു. അപ്പം അന്നേരം ഒരു ഉറപ്പില്ലായിരുന്നല്ലേ ഇയാളാണോ എന്നുള്ള? ഇല്ല, രാവിലെ ഫേസ്ബുക്കിൽ വിവിധ കണ്ടിട്ട് എന്നെ കാണിച്ചു തന്നു. ചേച്ചി നോക്കൂ, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന ആളാണെന്ന് പറഞ്ഞു കാണിച്ച്. അപ്പോൾ ഞങ്ങൾ ഓക്കെ, നമുക്ക് ആളുടെ പേരൊക്കെ കണ്ടപ്പം ആളാന്ന് മനസ്സിലായായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഇയാൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു പേടിയുണ്ടായോ? എന്താ തോന്നിയേ? പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ പേടിയുണ്ടായിരുന്നു. അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഇനി മാരകായുധം ഉണ്ടോ കയ്യിൽ, ഇനി ഇവിടെ താമസിക്കുമോ? അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ അധികം ഈ ന്യൂസ് സ്പ്രെഡ് ആയിട്ടില്ലായിരുന്നു. കുറച്ച് പേർക്ക് 2-3 വീട്ടുകാർക്ക് അറിയത്തുള്ളായിരുന്നു, വേറെ ആർക്കും ഈ ന്യൂസ് അറിയത്തുമില്ലായിരുന്നു. പെട്ടെന്ന് മെമ്പറിനോട് പറയുമായിരുന്നു. ജസ്റ്റ് തൊട്ടടുത്താണ് ആ മുറിയുള്ളത്. ആ മുറിയിൽ ആണ് അയാൾ കഴിഞ്ഞ ദിവസങ്ങളായി താമസിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടച്ചിട്ടിരിക്കുകയാണ്, തുറക്കരുതെന്ന്. ശരി. അതായത് പോലീസ് കൂടുതൽ ഇതിനുള്ളിലേക്ക് കയറി അങ്ങനെ പരിശോധന നടത്തരുത് എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ സീലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് നമ്മൾ അതിനുള്ളിലേക്ക് കയറുന്നില്ല. എന്തായാലും ഈ വീട്ടുകാരുടെ ഒരു ഇടപെടലാണ്. അവർക്ക് ഇപ്പോഴും ഒരു ഞെട്ടൽ മാറിയിട്ടുമില്ല എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും. എന്തായാലും പ്രതി പിടിയിലായിരിക്കുന്നു. എന്താണ് ഇനി കൂടുതൽ വിവരങ്ങളൊക്കെ പ്രതിയിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. കോട്ടയം കുറിച്ചിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.